കോർപ്പറേറ്റ് വൽക്കരണം എന്നതിപ്പോൾ മോഡി ഭരണകൂടത്തിന്റെ പര്യായമാണ്. അതിപ്പോൾ കൃഷിയായാലും ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും ഒക്കെ ചങ്ങാതിമാർക്ക് ഗുണം കിട്ടുന്നതാവണമെന്നത് മാത്രമാണ് ഭരണകൂട താൽപര്യം. അതിനനുസരിച്ച ബില്ലുകളും നിയമങ്ങളും നിത്യേന എന്നോണം അവർ തയ്യാറാക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തെ കുത്തകവൽക്കരിക്കുന്ന വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ മുതൽ CBSE നിയമത്തിലെ നിർദ്ദിഷ്ട ഇളവ് വരെ തെളിയിക്കുന്നത് വിദ്യാഭ്യാസം വിപണി അധിഷ്ഠിതമാക്കുന്നതിനൊപ്പം സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അധികാരം കവർന്ന അധികാരം കൈപ്പിടിയിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം തന്നെയാണ്. വമ്പൻ കോർപ്പറേറ്റുകൾക്ക് നേരിട്ട് സ്വകാര്യ സ്കൂളുകൾ തുടങ്ങാൻ അനുവദിക്കുന്ന തരത്തിൽ അനുമതി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ തയ്യാറെടുക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത്. ഇതിനാവശ്യമായ അഫിലിയേഷൻ ഉപനിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് തയ്യാറായി കഴിഞ്ഞു. നിലവിൽ ട്രക്കുകൾക്കോ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികൾക്കോ മാത്രമാണ് CBSE അഫിലിയേഷൻ ലഭിക്കുക. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി ആയിരിക്കണം സംസ്ഥാന നിയമങ്ങൾ പ്രകാരം വിദ്യാഭ്യാസ ചാരിറ്റബിൾ അല്ലെങ്കിൽ മതപരമായ സൊസൈറ്റിയും നോൺ പ്രൊപ്രൈറ്ററി സ്വഭാവമുള്ളതുമായിരിക്കണം. 2013 കമ്പനി നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം വിദ്യാഭ്യാസം അതിന്റെ ലക്ഷ്യങ്ങളിലൊന്നായി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രത്യേക സ്ഥാപനമായിരിക്കണം എന്നിവയാണ് സ്കൂളുകൾ തുറക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ. പുതുതായി തയ്യാറാക്കിയ ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാന സർക്കാർ അനുവദിച്ചാൽ ബോഡി കോർപ്പറേറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന കമ്പനികൾക്കും നിയമപരമായി രജിസ്റ്റർ ചെയ്ത ബിസിനസ് സ്ഥാപനങ്ങൾക്കും CBSE സ്കൂളുകൾ തുറക്കാനും പ്രവർത്തിപ്പിക്കാനും അനുവാദമുണ്ടാകും. സ്വകാര്യ പൊതു കമ്പനികൾ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകൾ, വിദേശ കമ്പനികൾ, നിയമപരമായി അംഗീകരിക്കപ്പെട്ട ബിസിനസ്സുകൾ എന്നിവ ബോഡി കോർപ്പറേറ്റ് സ്ഥാപനമെന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെയുള്ളവർക്ക് CBSE സ്കൂളുകൾ സ്ഥാപിക്കാൻ കഴിയും. വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപം ശക്തിപ്പെടുത്താനാണ് നീക്കമെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ കോർപ്പറേറ്റ് നിക്ഷേപം കൊണ്ട് ആർക്കാണ് മെച്ചമെന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ചാലെന്ന നിബന്ധന പറയുന്നുണ്ടെങ്കിലും ഇത് കേവലം ഭംഗിവാക്കു മാത്രമാണ്. കാരണം ഈ നടപടിക്രമങ്ങളിൽ നേരത്തെ തന്നെ ഇളവ് വരുത്തിയിരുന്നു. CBSE അംഗീകാരത്തിന് സംസ്ഥാന സർക്കാരുകളുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന വ്യവസ്ഥ 2026-27 അധ്യയന വർഷം മുതൽ പിൻവലിച്ചു. അംഗീകാരത്തിനായി അപേക്ഷിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി CBSE ബോർഡ് ബന്ധപ്പെടുകയും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. എതിർപ്പ് അറിയിക്കാത്ത പക്ഷം NOC ലഭിച്ചതായി കണക്കാക്കും. ദേശീയ വിദ്യാഭ്യാസ നയം സ്കൂൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജീവകാരുണ്യ കോർപ്പറേറ്റ് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണ് കോർപ്പറേറ്റുകൾക്ക് നേരിട്ട് സ്കൂൾ നടത്താൻ അനുമതി നൽകുന്ന നീക്കം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തന്നെ ഇത് വിദ്യാഭ്യാസത്തെ ലാഭകരമായ ഒരു വ്യവസായമായി മാറ്റാനാണെന്നും സാധാരണക്കാർക്ക് പഠനാവസരങ്ങൾ കുറയുമെന്നും വിമർശനം ഉയർന്നതാണ്. ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിലെ വിദേശ സർവകലാശാലകളുടെ ഉയർന്ന ഫീസും കർണാടകയിലെ കോർപ്പറേറ്റ് സ്കൂളുകളിലെ അമിത ഫീസ് വർധനയും ഈ ആശങ്കകളെ സാധൂകരിക്കുന്നുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ അവകാശങ്ങളിലെ കേന്ദ്ര കടന്നുകയറ്റത്തെയും ശക്തമായി എതിർത്തിരുന്നു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വികസിത് ഭാരത് ശിക്ഷാധിഷ്ഠാൻ ബില്ലിനെ കുറിച്ചും രൂക്ഷമായ ചർച്ചകൾ നടക്കുകയാണ്. രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെ അടിസ്ഥാനപരമായി മാറ്റാനും സംസ്ഥാന അധികാരങ്ങളെ ദുർബലപ്പെടുത്താനും അക്കാദമിക് സ്വാതന്ത്ര്യത്തെ ഗുരുതരമായി നിയന്ത്രിക്കാനും ഈ നിയമനിർമ്മാണം കാരണമാകുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ UGC നിയമം റദ്ദാക്കുന്ന ബിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായൊരു ബദൽ ധനസഹായ സംവിധാനം സൃഷ്ടിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിലെ അധികാര വിഭജനം നിർവചിക്കുന്ന അനുച്ഛേദം 246 ലംഘിക്കുന്നതാണ് ബില്ല്. അതായത് അധികാരം കേന്ദ്രത്തിനും ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കുമായിരിക്കും. കേന്ദ്രം ഗ്രാന്റുകൾ നൽകിയില്ലെങ്കിൽ സംസ്ഥാന സർവകലാശാലകൾ കേവലം സ്വാശ്രയ സ്ഥാപനങ്ങളായി മാറും. വിദ്യാഭ്യാസത്തിൽ കാലാനുസൃത നവീകരണവും കൂടുതൽ നിക്ഷേപവും അനിവാര്യമാണെങ്കിലും അത് നിയന്ത്രണമില്ലാത്ത സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കരുത്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കോർപ്പറേറ്റുകളെ പങ്കാളികളാക്കേണ്ടി വരികയാണെങ്കിൽ കർശന നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം. സംസ്ഥാനങ്ങൾക്ക് ഇടപെടാനുള്ള അധികാരമുണ്ടായിരിക്കണം. അതല്ലാതെ കുത്തകകളെ സ്വയാധികാരമുള്ള ഉടമകളാക്കിയാൽ അത് വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിച്ചേക്കാവുന്ന ആഘാതം ചെറുതായിരിക്കില്ല.